യേശുദാസും SP ബാലസുബ്രഹ്മണ്യവും രണ്ടുപേരും ലെജൻസാണ്. രണ്ടുപേരിൽ ആരാണ് മികച്ച ഗായകൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എന്തായാലും ഞാനിന്ന് പറയാൻ പോകുന്നത് SP ബാലസുബ്രഹ്മണ്യൻ പാടാൻ വന്ന് പാടാതെ ആ ഒരു പാട്ട് യേശുദാസ് പാടി നമ്മൾ മൂളിക്കൊണ്ട് കിടക്കുന്ന ഒരു പാട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിനെ കുറിച്ചും അതിൻ്റെ ഒരു പിന്നാമ്പുറത്തെ കുറച്ച് കഥകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭരതൻ്റെ സിനിമകളിൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ് അമരം. അമരം സിനിമയിൽ പ്രിയപ്പെട്ടതാവാൻ കാരണം ഭരതൻ്റെ സംവിധാനം, ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റ്, മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസ്, പിന്നെ അതിലെ പാട്ടുകൾ. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്ററാണ് അതിൻ്റെ സംഗീതം. കൈതപ്രമാണ് അതിലെ പാട്ടുകൾ എഴുതിയത്. അപ്പോൾ കൈതപ്രം ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സമയത്ത് അമരത്തിൻ്റെ കഥ കൈതപ്രത്തിനോട് ഭരതൻ പറയാൻ വേണ്ടിയിട്ട് ഭരതൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ ഇവിടെ തൃശ്ശൂരുള്ള ഭരതൻ്റെ വീട്ടിൽ വിളിച്ച് അവിടെ ഇരുന്നിട്ട് കഥ പറഞ്ഞു. എന്നിട്ട് കഥയും പറഞ്ഞ് ഇതിലെ പാട്ടുകളുടെ സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അതൊരു ഉത്രാളിക്കാവ് ഒരു പൂരത്തിൻ്റെ ഒരു സമയത്ത് അതിൻ്റെ ഒരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു സമയത്താണ് ഈ ഒരു കഥ പറയണത്. കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഹിന്ദി പാട്ട് ഭരതൻ മൂളി. അന്നത്തെ ഒരു ഹിറ്റായി നിൽക്കുന്ന ഒരു ഹിന്ദി പാട്ട് മൂളി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ ഒരു ട്യൂണിനും വരി എഴുതാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വെച്ചിട്ട്, അപ്പോൾ അന്ന് ഭരതനും കൈതപ്രവും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു മൂളി കൈതപ്രം ആ ഒരു വരികൾ എഴുതി, വികാര നൗകയുമായി എന്ന് പറയുന്ന ആ ഒരു വരി എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിൽ പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ മദ്രാസിലേക്ക് പോയി. അതായത് മദ്രാസിലിരുന്നിട്ട് ബാക്കി കമ്പോസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അന്ന് രവീന്ദ്രൻ മാഷ് മദ്രാസിലുണ്ട്. അങ്ങനെ എനിക്കൊണ്ട് ഭരതനും ഇവരെല്ലാവരും കൂടി മദ്രാസിലെത്തി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു വരി ഓൾറെഡി കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വരി ഒക്കെ വെച്ചിട്ട് രവീന്ദ്രൻ മാഷ് എന്താ പറയുക, ഇത് കൈതപ്രം തന്നെയാണ് പറഞ്ഞത്. കൈതപ്രം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ അദ്ദേഹം രവീന്ദ്രൻ്റെ മാഷിൻ്റെ ശബ്ദത്തിൽ ആ വികാര നൗകയുമായി എന്ന് പറഞ്ഞ് അങ്ങനെ മുഴങ്ങി കേട്ടു. അപ്പം പിന്നെ ആ ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ 2 തരം പ്രണയങ്ങളാണ്. അതായത് ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ നഷ്ടപ്രണയവും ഈ പറയുന്ന മകളുടെ പ്രണയം, അതിൽ മാധു അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പ്രണയം. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഇതിലെ മ്യൂസിക്കും ഇതിലെ എന്താ പറയുക വരികളൊക്കെ എഴുതേണ്ടത്. അപ്പോൾ ഇതിലെ വരികൾ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിലെ വരികൾ, ഞാൻ അറിയാതെ തൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു, എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ എന്ന് പറയുന്ന ഈ വരികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈതപ്രത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രണയവുമായി എന്താ പറയുക പ്രണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ആ പാട്ട് എഴുതിയത്. ഇതിലെല്ലാ പാട്ടും നമുക്കറിയാം, അഴകി എന്ന് പറയുന്ന ഒരു പാട്ട്, എല്ലാ പാട്ടും വളരെ ആസ്വദിച്ച് രവീന്ദ്രൻ മാഷും കൈതപ്രം കൂടി അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത്. പിന്നെ അതിൽ ഭരതൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അദ്ദേഹം വെറും ഒരു സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു കലാകാരൻ കൂടിയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രത്തെ അദ്ദേഹം വരയ്ക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടറും കൂടി ആയിരുന്നുകൊണ്ട് അദ്ദേഹം വരച്ചിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫ്രെയിം മുഴുവൻ ഒരു പെയിൻറ്റിങ് പോലെ ഇരിക്കും. നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും, ജയറാം പോലും ഈ അടുത്ത പഴയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിൻ്റെ ഒരു റീല് ഞാൻ കേട്ടിരുന്നു. അതിൽ ഭരതൻ്റെ സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു നായികമാർ, അവരെ നമുക്ക് ഏറ്റവും സുന്ദരിമാരായിട്ട് തോന്നുന്നത് ഭരതൻ സിനിമകളിലാണ്. അത് പാർവതിയും ശോഭനയൊക്കെ, വൈശാലിയിലെ നായിക, ഇവരെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഭരതൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്ര സൗന്ദര്യത്തോടു കൂടിയാണ് നായികനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതൊരു സംവിധായകൻ്റെ കഴിവ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത ശേഷം SP ബാലസുബ്രഹ്മണ്യത്തിനെ പാടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അന്ന് SPB പാടാൻ വേണ്ടി വരുന്നു. അങ്ങനെ വരികൾ SPBക്ക് കിട്ടി. SPB അതിൽ വരികൾ പാടുന്നതിന് മുമ്പ് ഇവർ വിളിച്ചു എന്നാണ് പറയുന്നത്. രവീന്ദ്രൻ മാഷിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് പാടേണ്ടത് ഞാനല്ല, ഇത് യേശുദാസാണ് പാടേണ്ടത്. കാരണം നമുക്കറിയാം അതിലൊരു വരികളും കാര്യങ്ങളും. അപ്പോൾ അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ പാടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി അവസാനിപ്പിച്ച് എന്താ പറയുക പൈസ മേടിച്ചിട്ട് പോകുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു സംഗീതത്തെ സ്നേഹിക്കുന്ന, അതായത് SPBൻ്റെ ഒരു മഹത്വം അതാണ്. അദ്ദേഹം ആ ഒരു പാട്ട് നന്നാവണം എങ്കിൽ മാത്രമേ ആ ഒരു സിനിമയും നന്നാവുള്ളൂ. ഇല്ലെങ്കിൽ അതവിടെ മോശമായി കഴിഞ്ഞാൽ ആ ഒരു സിനിമേനെയും അതിൻ്റെ എന്താ പറയുക മൊത്തത്തിലെ സംഗീതത്തെ കൊല്ലുന്ന പോലെയാണ്, കലയെ കൊല്ലുന്ന പോലെയാണ്. അങ്ങനെയാണ് SPB യേശുദാസിനെ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് യേശുദാസ് വന്നിട്ട് അതിഗംഭീരമായിട്ട് എന്താ പറയുക ആ ഒരു പാട്ട് പാടി. നമുക്കറിയാം, നമ്മുടെ ഇന്നും ആസ്വദിച്ച് കേൾക്കുന്ന ഒരു പാട്ടാണ്. ആ ഒരു സീൻസ് അതിന് മമ്മൂട്ടിയും അതിഗംഭീരമായിട്ടാണ് ആ ഒരു സീനിലൊക്കെ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഫൈനൽ സംഭവമൊക്കെ കഴിഞ്ഞ സമയത്ത്, ഇതിൻ്റെ ഫൈനൽ എഡിറ്റിൻ്റെ സമയത്ത് അന്ന് ഭരതൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ജോർജ് ഗിത്തു വന്നിട്ട് കൈതപ്രത്തിനോട് പറഞ്ഞു എന്നാണ് പറയണത്, ആ ഒരു പാട്ട് ഭയങ്കര ലാഗാണ് ആ ഒരു സിറ്റുവേഷനിൽ, അതൊന്ന് കട്ട് ചെയ്ത് കളയണം, അത് ഭരതനോട് പറയാൻ ഒരു പേടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഭരതൻ്റെ അടുത്ത് ഇത് ചെവിയിലെത്തി. അപ്പോൾ ഭരതൻ പറഞ്ഞത്
അതൊരു എന്താ പറയുക ഒരു ജീവനാണ്. അത് കളഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ജീവൻ പോകും എന്നുള്ളതാണ്. കാരണം ഒരു ടോട്ടാലിറ്റീനെ ആ ഒരു സിനിമ ബാധിക്കും. നമ്മൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് അതൊരു ലാഗാണെന്നൊക്കെ തോന്നിയാൽ പോലും പല പാട്ടുകൾ പല സിനിമകളെയും കുറിച്ചും ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇപ്പം മറ്റേ പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ സിനിമയെ കുറിച്ചിട്ടും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ചിട്ടുള്ള ചില പോർഷൻ ലാഗ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ നിർമ്മാതാവ് ഗുഡ്നറ്റ് മോഹൻ തന്നെ അന്ന് പത്മരാജനോട് പറഞ്ഞിരുന്നു. പിന്നെ അതിൽ എനിക്കൊന്ന് മറ്റേ ദേവാങ്കണങ്ങൾ എന്ന് പറയുന്ന ഒരു പാട്ടാന്ന് തോന്നുന്നു. ആ പാട്ടും ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ലാഗാണെന്നൊക്കെ അന്ന് പലവരും പറഞ്ഞു. പക്ഷെ അതൊന്നും പത്മരാജന് ഒഴിവാക്കിയില്ല. പിന്നെ ആ ഒരു സിനിമ അന്ന് വലിയ വിജയമല്ലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആ ഒരു പാട്ടൊക്കെ നമുക്ക് ഇന്നും കേൾക്കുമ്പോൾ അധികം ആസ്വദിച്ച് കേൾക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സംവിധായകൻ്റെ ഒരു മനസ്സിലാണ്. പലപ്പോഴും സംവിധായകൻ വിചാരിക്കും പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ചിലപ്പോൾ അതൊരു ഫീൽ കിട്ടില്ല. പക്ഷെ സംവിധായകൻ ആ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ, അവിടെ ആ ഒരു പാട്ടോ രംഗമോ ഇല്ലെങ്കിൽ അത് എന്താ പറയുക മനോഹരമാക്കാൻ അല്ലെങ്കിൽ ഇത് മനോഹരമാവില്ല, അല്ലെങ്കിൽ അത് ആ ഒരു സിനിമയുടെ ജീവനെ തന്നെ ബാധിക്കും എന്നുള്ളത് സംവിധായകൻ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണത്. എന്തായാലും അത് SPBയുടെ ഒരു മഹത്വത്തോടെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മാറി, പകരം യേശുദാസ് വന്നു, അതിഗംഭീരമായിട്ട് ചെയ്തു. ആ വർഷം ശരിക്ക് രവീന്ദ്രൻ മാഷിൻ്റെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടായിരുന്നു. ഭാരതം ഉൾപ്പെടെയുള്ള, വിഷ്ണുലോകം ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകൾ ആ വർഷം ഇറങ്ങി. എൻ്റെ ഒരു ഫേവറേറ്റ് എന്തായാലും അമരും ഒരു ഫേവറേറ്റ് തന്നെയാണ്. പക്ഷെ ആ വർഷം എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡ് കിട്ടിയത് ഭാരതത്തിലെ പാട്ടുകൾക്കാണ്. കാരണം അമരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഭയങ്കര ഒരു ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളൊക്കെ ആയതുകൊണ്ട് കൂടിയായിരിക്കാം എന്തായാലും ഭാരതത്തിനാണ് ആ വർഷം രവീന്ദ്രൻ മാഷിന് അവാർഡ് കിട്ടിയത്. പക്ഷേ എങ്കിലും അമരം ഇന്നും എൻ്റെ ഒരു ഫേവറേറ്റാണ്, നിങ്ങളുടെയും ഫേവറേറ്റ് തന്നെയായിരിക്കും. എന്തായാലും SPB അത് പാടിയിരുന്നെങ്കിൽ എങ്ങനെ വരുമായിരുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ തെലുങ്ക് വേർഷൻ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ഇതിൻ്റെ തെലുങ്ക് വേർഷൻ പാടിയത് SPB ആണ്. അതിപ്പോഴും SPB അത് പാടുന്ന ലൈവായിട്ട് പാടുന്നതുകൊണ്ട് അതും നിങ്ങൾക്കൊന്ന് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ചെയ്യാം.